എല്ലാം ശരിയാക്കി അല്ലെങ്കിൽ ശരിയായിട്ടാണ് ഇത് തുറന്നത് എന്നാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി അദ്ദേഹത്തിൻ്റെ സൗണ്ട് ബൈറ്റിൽ പറയുന്നത്. പക്ഷേ അതല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. ഹാൻസ് ചൂണ്ടിക്കാട്ടിയ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇതിൽ ആരുടെ വീഴ്ചയാണ് എന്നുള്ളത്. ആരുടെ വീഴ്ചയായാലും ഒരു പാവപ്പെട്ട കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. ആ ജീവന് പകരം വെക്കാൻ ഈ വീഴ്ച വന്നവർക്ക് എന്തെങ്കിലും ഉണ്ടോ? അവരെ ശിക്ഷിക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞിൻ്റെ ജീവൻ തിരികെ ലഭിക്കുമോ എന്ന് വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. 13 വയസ്സുള്ള ഒരു കുഞ്ഞുമകനാണ്. ആ കുഞ്ഞുമകൻ രാവിലെ സ്കൂളിലേക്ക് എത്തിയതാണ്. കുട്ടികളുമായി കളിക്കുന്നതിനിടെ ആ കുഞ്ഞിൻ്റെ ചെരുപ്പ് ആ തൊട്ടടുത്തുള്ള കെട്ടിടത്തിലേക്ക് വീഴുന്നു. സ്വാഭാവികമായും ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി നമ്മളെല്ലാം ചെയ്യുന്നത് പോലെ ആ തൊട്ടടുത്തുള്ള ഒരു സ്ഥലത്തേക്ക് ഒരു ചെരുപ്പ് വീണിട്ടുണ്ടെങ്കിൽ നമ്മളത് എടുക്കുന്നതിന് വേണ്ടി കയറും. ആ ദൃശ്യങ്ങളിൽ, ആ ബോക്സിന് തൊട്ടപ്പുറത്തുള്ള ദൃശ്യങ്ങളിൽ ആ ചെരുപ്പ് കിടക്കുന്നത് കാണാം. ഈ ദുരന്തത്തിന് മൂകസാക്ഷിയായി കിടക്കുന്നത് ആ കുഞ്ഞിൻ്റെ മിഥുൻ്റെ ചെരുപ്പാണ്. യഥാർത്ഥത്തിൽ എന്തു വലിയ അനാസ്ഥയാണ് ഇവിടെ അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത് എന്ന് നോക്കുക. കാരണം ഒരു വൈദ്യുതി ലൈൻ, അതും ഒരു 3 ഫേസ് ലൈൻ പോലുള്ള വളരെ ശക്തിയേറിയ ഊർജ്ജപ്രവാഹമുള്ള ഒരു വൈദ്യുതി ലൈൻ വർഷങ്ങളായി സ്കൂളിൻ്റെ മുകളിലൂടെ ഇങ്ങനെ താഴ്ന്നു കിടക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് കൈയെത്തും ദൂരത്തിൽ ആ വൈദ്യുതി ലൈൻ കിടക്കുകയാണ്. അതിന് തൊട്ട് താഴെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ബിൽഡിങ്, സൈക്കിൾ ഷെഡാണ് എന്നുള്ളതാണ് കോവൂർ കുഞ്ഞുമോൻ MLA പറഞ്ഞത്. ഒരു സൈക്കിൾ ഷെഡ് ഉണ്ടാക്കുകയാണ്. അത് KSEB അറിയുന്നില്ല. മാനേജ്മെൻറ്റ് KSEBക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ അതറിയില്ല. അധ്യാപകർ ഈ വിദ്യാർത്ഥികളെ നിരീക്ഷിച്ചിരുന്നോ അതും അറിയില്ല. ആർക്കുമൊന്നും അറിയില്ല. മിഥുൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടമായിരിക്കുകയാണ്. വളരെ ഗുരുതരമായി പരിശോധിക്കേണ്ട, ആവർത്തിക്കാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞ് വയനാട്ടിൽ പാമ്പുകടിയേറ്റ് ഒരു വിദ്യാർത്ഥി മരിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം സ്കൂളുകളുടെ അപകടനില എന്താണ് എന്ന് സംബന്ധിച്ചുകൊണ്ട് വളരെ വിശദമായ അന്വേഷണം നടത്താൻ അന്ന് തന്നെ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിക്കുകയും ചെയ്തിരുന്നതാണ്. അത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്താണ്. അങ്ങനെ നടപടികളെല്ലാം തന്നെ സ്വീകരിച്ചു. ഇപ്പോൾ ഈ അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം പരിശോധിച്ച് ഉറപ്പാക്കി എന്നുള്ളതാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പറഞ്ഞത്. അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ മറുപടി പറയേണ്ട ഒരു വിഷയമാണ് ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിഗുരുതരമായിട്ടുള്ളൊരു അനാസ്ഥയാണ് ഒരു കുഞ്ഞിൻ്റെ ജീവൻ അപഹരിച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.